നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 24.5 പുതിയ വേർഷൻ നമ്പർ. നമ്മൾ ഏത് ഫോണിലാണോ നമ്മൾ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലാണ് ഈ അപ്ഡേഷനൊക്കെ കൊണ്ടുവരേണ്ടത്. ഫോണിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിക്കൊണ്ട് അവിടെ പോർഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾക്ക് പോർഷൻ ട്രാക്കർ എന്ന് കാണാം. അതിന് നേരെ അപ്ഡേറ്റ് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷനും വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇത് 100% കറങ്ങി അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ അത് ഓപ്പൺ എന്ന് കാണുന്ന ബട്ടൺ അവിടെ തെളിഞ്ഞു വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ചിലപ്പോൾ ലോഗിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പോർഷൻ ട്രാക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അതൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് തന്നെ നോക്കുക. അങ്ങനെയാണ് നമ്മൾ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മൾ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തേണ്ടത്. ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് വീണ്ടും നമ്മളെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ പുതിയൊരു മാറ്റം കാണാൻ സാധിക്കും. തുടക്കം തന്നെ അതിൻ്റെ കളർ ചേഞ്ചാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്. ഒരു നീല കളറിലൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആം ആൻ അംഗൻവാടി വർക്കർ, ഐ ആം എ സൂപ്പർവൈസർ, CDPO, DPO, ഐ ആം എ ബെനിഫിഷ്യറി എന്നുള്ളത്. ഇതിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയത് ഒരു ഇൻ്റർഫേസിലൊരു മാറ്റം തന്നെയാണ്. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെയാണ്. അവിടെ ഐ ആം ആൻ അംഗൻവാടി വർക്കർ എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമത് സൂപ്പർവൈസർക്കും CDPO അതുപോലെ ജില്ലാ ഓഫീസർക്കൊക്കെ തന്നെ ഐ ആം എ രണ്ടാമത് കാണുന്ന ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മൂന്നാമതാണ് സിറ്റിസൺ ലോഗിൻ. നേരത്തെ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ ആയിരുന്നു. ഇവിടെ ഐ ആം എ ബെനിഫിഷ്യറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഗുണഭോക്താവാണെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു ഗുണഭോക്താവിന് പോർഷൻ ട്രാക്കർ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണല്ലോ. ആ ഗുണഭോക്താവിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു OTP പോവും. ആ OTP വഴിയാണ് അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ അറിയുന്നതും നിരീക്ഷിക്കുന്നതൊക്കെ. അല്ലാതെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് ഒരിക്കലും നമ്മളെ ഗുണഭോക്താക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇത് അവരുടെ മൊബൈൽ നമ്പർ വെച്ച് തന്നെ OTP എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗുണഭോക്താവ്, അത് ചിലപ്പോൾ കുട്ടിയാവാം അല്ലെങ്കിൽ അവർ തന്നെ ആവാം, അങ്ങനെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മാത്രം അവിടെ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് തെളിഞ്ഞു വരിക. ഒപ്പം തന്നെ FRSും KYCയും ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതുവരെ പൂർത്തിയാക്കാത്ത KYCയും ഫോട്ടോ എടുക്കലൊക്കെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഓർക്കുക, 2 വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിന് പിന്നീടുള്ള മാസങ്ങളിൽ THR കൊടുക്കുമ്പോൾ ഗുണഭോക്താവിന് വീട്ടിലിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ആദ്യം ഒരു തവണ മാത്രമാണ് KYCയും ഫോട്ടോ എടുക്കലും അവരുടെ ലോഗിൻ വഴി സാധിക്കുകയുള്ളൂ. പിന്നീട് എല്ലാ മാസങ്ങളിലും ടീച്ചറുടെ അല്ലെങ്കിൽ അംഗൻവാടി വർക്കറുടെ ലോഗിൻ മുഖേന മാത്രമേ ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സൂപ്പർവൈസർ, CDPO, DPO ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ ടീച്ചർമാർ ഫീൽഡ് ലെവലിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നമുക്ക് സൂപ്പർവൈസർ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ CDPO മുകളിലുള്ള എല്ലാ ഒഫീഷ്യൽസിനും നിങ്ങൾ എൻ്റർ ചെയ്ത അതേ ഡാറ്റകൾ തന്നെ മുകളിലിരുന്ന് മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 24.5 പ്രധാനമായിട്ടും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് നേരത്തെയും കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തി 3 ഒഫീഷ്യൽസിന് ഈ പറയുന്ന, അതായത് ബെനിഫിഷ്യറിക്കും മറ്റ് അംഗൻവാടി വർക്കർക്കും നമ്മൾ മുകളിലുള്ള എല്ലാ ഓഫീസേഴ്സിനും കൃത്യമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു മാറ്റം മാത്രമാണ് പ്രധാനമായിട്ട് ഇതിനുള്ളൂ. പിന്നെ മറ്റ് രാജസ്ഥാൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവരുടെ ഓരോരോ കാര്യങ്ങളെ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തിലെ കാര്യങ്ങൾക്കനുസരിച്ച് ആഡ് ചെയ്ത് വരുന്നത്. ഇതൊരു സർക്കാരിൻ്റെ പോർട്ടൽ ആയതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. ഇതിൽ ലോഗിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. FRSുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഒരു പരിധി വരെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. ഈ അപ്ഡേഷനിലും അത്തരത്തിലൊരു ക്ലിയറിംഗ് ഇഷ്യൂ, ലോഗിൻ ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുതിയ വേർഷനിലേക്ക് ഒരു മാറ്റം എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉറപ്പായിട്ടും പുതിയൊരു അപ്ഡേഷൻ വന്നു എന്നുള്ളത് കൂടെ ഉറപ്പാക്കുക. അതിനുശേഷം ലോഗൗട്ട് ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക്